പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ലാർജ് മെഷേഴ്സ്, വലിയ അളവുകളെ പറ്റിയുള്ള ഒരു ചെറിയ ഭാഗമാണ്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ ലാർജ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ അളവുകൾ. നിങ്ങളുടെ പുസ്തകത്തിൽ കാണാൻ വലിയ അളവുകൾ. ഇപ്പം നമ്മളിപ്പോൾ പഠിച്ച സെൻറ്റിമീറ്ററാണ്, ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. ഇനി അത് ക്യൂബിക് മീറ്റർ ആയാൽ എങ്ങനെയാണ്? അപ്പം ഒരു ക്യൂബിക് മീറ്റർ എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ, 1000 മീറ്റർ ആണ് ഒരു കിലോമീറ്റർ. ഇത്ര മനസ്സിലാക്കിക്കണം. 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ, 1000 മീറ്റർ ആണ് ഒരു കിലോമീറ്റർ. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 100 സെൻറ്റിമീറ്റർ നീളവും 100 സെൻറ്റിമീറ്റർ വീതിയും 100 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചതുര സ്തംഭത്തിൻ്റെ, ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം, വോളിയം എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ലെങ്ത്, 100 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്, 100 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എത്ര? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 100 × 100 × 100 അല്ലേ? 100 × 100 × 100 നമ്മൾ പഠിക്കേണ്ടത്. 100 സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്റർ. അപ്പം എത്ര പൂജ്യം വരും? ഇവിടെ 2, 4, 6 പൂജ്യം വരും. ഇത് ഗുണിച്ചാൽ ഈ 10 കൊണ്ട് 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എത്ര പൂജ്യം ഉണ്ടോ അത്ര പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 1-ന് ശേഷം മൊത്തം 3 എണ്ണത്തിലൂടെ 6 പൂജ്യമാണ്. അപ്പം 100 × 100 10,000, 10,000 × 100 10 ലക്ഷം. അപ്പം 1ഉം 6 പൂജ്യം ഉണ്ടാവും. 1ഉം 6 പൂജ്യം ഉണ്ട് കേട്ടോ. 6 പൂജ്യവും 1ഉം 6 പൂജ്യവും ഉണ്ടാവും. അത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ, അത്ര ക്യൂബിക് cm, ഘന സെൻറ്റിമീറ്റർ. അപ്പം 100 സെൻറ്റിമീറ്റർ നീളവും 100 സെൻറ്റിമീറ്റർ വീതിയും 100 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചതുരക്കട്ടയുടെ, ഒരു റെക്ടാങ്കിൾ ബ്ലോക്കിന്റെ വ്യാപ്തം, വോളിയം എത്ര വരിക? 10 lakh ക്യൂബിക് സെൻറ്റിമീറ്റർ, 10 ലക്ഷം ഘന സെൻറ്റിമീറ്ററാണ്. നമ്മൾ ഈ 100 സെൻറ്റിമീറ്ററിനെ എങ്ങനെ മാറ്റാം? 1 മീറ്റർ. 100 സെൻറ്റിമീറ്റർ 1 മീറ്റർ എടുത്തൂടെ? അപ്പോൾ 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ. അപ്പോൾ ഒരു ക്യൂബിക് മീറ്റർ, ഒരു ഘന സെൻറ്റിമീറ്റർ, 1 ഘനമീറ്റർ, ഒരു ഘനമീറ്റർ, 1 ക്യൂബിക് മീറ്റർ. അപ്പോൾ 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരവുമുള്ള ഒരു ചതുരസ്തംഭത്തിൻ്റെ, ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം, വ്യാപ്തം 1 ഘനമീറ്റർ, 1 ക്യൂബിക് മീറ്ററാണ്. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ട ഒരു പോയിന്റ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാം, ഇപ്പം 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററാണ്. അപ്പോൾ 100 സെൻറ്റിമീറ്റർ × 100 സെൻറ്റിമീറ്റർ × 100 സെൻറ്റിമീറ്റർ 10 ലക്ഷം ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ 1 മീറ്റർ × 1 മീറ്റർ × 1 മീറ്റർ × 1 ക്യൂബിക് മീറ്റർ. 1 ക്യൂബിക് മീറ്റർ, ഒരു ഘന മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഘന സെൻറ്റിമീറ്റർ ആണ്? തന്നെയല്ലേ? ഒരു ഘന സെൻറ്റിമീറ്റർ = 10 ലക്ഷം ഘന സെൻറ്റിമീറ്ററാണ്. നമ്മൾ ഈ 1 മീറ്ററിനാണ് 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ്. ഇവിടെ 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. 100 സെൻറ്റിമീറ്റർ = 1 മീറ്റർ ആണ്. അപ്പം 100 സെൻറ്റിമീറ്റർ × 100 സെൻറ്റിമീറ്റർ × 100 സെൻറ്റിമീറ്റർ = 10 ലക്ഷം ഘന സെൻറ്റിമീറ്റർ ആണ്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത് 1 മീറ്റർ × 1 മീറ്റർ × 1 മീറ്റർ = 1 ഘനമീറ്റർ, 1 ക്യൂബ്. അപ്പം ഈ പാഠത്തിൽ പഠിക്കാനുള്ള പ്രധാന ഭാഗം ഇതാണ്. 1 ക്യൂബിക് മീറ്റർ = 10 lakh ക്യൂബിക് സെൻറ്റിമീറ്റർ, അഥവാ ഒരു ഘനമീറ്റർ = 10 ലക്ഷം ഘന സെൻറ്റിമീറ്റർ. അതാണ് നമ്മൾ ഈ മേലെ പറഞ്ഞ ഈ പോയിന്റിൽ നിന്ന് ആകെ മനസ്സിലാക്കാനുള്ളത്. അപ്പം ഈ ചതുരപ്പെട്ടിയിലുള്ളത് എന്ത് ചെയ്യണം? മലയാളം മീഡിയക്കാർ മലയാളത്തിലും ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷിലും ഈ കാര്യങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങൾ ചെയ്യുക.